ഓമനിച്ചു വളർത്തിയ പൂച്ചക്കുട്ടി തന്നെ യുവതിക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. നിരന്തരം യുവതി പൂച്ചയെ കയ്യിലെടുക്കുകയും ഓമനിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നതിലൂടെ യുവതിയുടെ മൂക്കിൽ കൂടെ പൂച്ചയുടെ രോമം യുവതിയുടെ തലച്ചോറിലെത്തുകയായിരുന്നു. ആദ്യമൊക്കെ ചെറിയൊരു തലവേദന മാത്രമായിരുന്നു യുവതിക്കുണ്ടായിരുന്നത്. യുവതിയുടെ അമ്മ നിരന്തരം പറയുമായിരുന്നു, പൂച്ചയെ ഓമനിക്കരുത്, പൂച്ചയെ വളർത്തരുത്, പൂച്ചയെ കൂടെ കിടത്തരുത്. അതുമാത്രമല്ല, പൂച്ചയെ സ്നേഹിക്കുന്നതും ഉമ്മ വെക്കുന്നതും അത് എല്ലാം നമുക്ക് ദോഷകരമായി ബാധിക്കുമെന്ന് നിരന്തരം യുവതിയുടെ അമ്മ പറഞ്ഞിരുന്നുവെങ്കിലും യുവതി ഇതൊന്നും കാര്യമാക്കാതെ താൻ എവിടുന്നോ കൊണ്ടുവന്ന പൂച്ചയെ ഓമനിച്ച് വളർത്തുകയായിരുന്നു. എന്നും രാവിലെ തന്നെ പൂച്ച യുവതിയുടെ കൂടെ കിടക്കാൻ വരുമായിരുന്നു. പക്ഷേ തലേ ദിവസം രാത്രിയിൽ അതിൻ്റെ ആഹാര ആവശ്യത്തിന് മറ്റ് ഇഴജന്തുക്കളെ മറ്റും വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. ഈയൊരു കാരണം കൊണ്ടായിരിക്കാം പൂച്ച എന്നും രാവിലെ യുവതിയുടെ കൂടെ കിടക്കാൻ വരുന്നത്. ഇങ്ങനെ കിടക്കുക മാത്രമല്ല, യുവതിയോട് ചേർന്നിരിക്കുകയും മുട്ടിയിരുമയും എല്ലാം ചെയ്യുമായിരുന്നു. യുവതി കിടക്കുന്ന കട്ടിലിലും തലയണയിലും പുതപ്പിലുമെല്ലാം ഈയൊരു പൂച്ചയുടെ രോമം ഉണ്ടായിരുന്നു. ആദ്യം ഇതൊന്നും കാര്യമാക്കാതെ യുവതി പൂച്ചയെ വീണ്ടും ഓമനിക്കാൻ തുടങ്ങി. ആദ്യമായി ഉണ്ടായ തലവേദന പിന്നീട് ഛർദിയിലേക്കും പിന്നീട് കഠിനമായ പനിയിലേക്കും വകവെച്ചു. ആദ്യം തന്നെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചു വരുന്നെങ്കിലും അവിടെ മതിയായ ചികിത്സയില്ലാത്തതിനാൽ യുവതിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ഉടനെ യുവതിയുടെ നില അതീവ ഗുരുതരമായി. ദിവസം കൂടുന്തോറും യുവതി ഓരോ കാര്യങ്ങൾ മറന്നു പോകാനും താൻ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് യുവതി മാറിയിരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം ഡോക്ടർമാർക്കും യുവതിയുടെ മാതാപിതാക്കൾക്കും പിടികിട്ടിയിരുന്നില്ല. എന്നാൽ പിന്നീടാണ് സ്കാനിങ്ങിലൂടെ യുവതിയുടെ തലച്ചോറിൽ എന്തോ പാട പോലെ അടിഞ്ഞു കിടക്കുന്നത് കാണുന്നത്. എന്നാൽ ഇത് പാടയല്ലെന്നും ഒരു രോമാവൃതമായ എന്തോ ഒരു രൂപമാണ് യുവതിയുടെ തലച്ചോറിലെന്നും കണ്ടെത്തുകയായിരുന്നു. പിന്നീട് വിദഗ്ധമായി നടത്തിയ സ്കാനിങ്ങിലൂടെയാണ് യുവതിയുടെ തലച്ചോറിൽ രോമം അടിഞ്ഞുകൂടിയതായി കണ്ടെപ്പെട്ടത്. ആദ്യമായി ഇത് യുവതിയുടെ തന്നെ തലമുടിയായിരിക്കാം എന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം. എന്നാൽ ഇത് പുറത്തെടുത്തതിന് ശേഷം വിദഗ്ധമായ പരിശോധനയിലൂടെയാണ് പൂച്ചയുടെ രോമമാണെന്ന് കണ്ടെത്തുന്നത്. ഇപ്പോഴും യുവതി ആശുപത്രി കിടക്കയിൽ തുടരുകയാണ്. ഏകദേശം 3 മാസത്തോളമായി യുവതി ആശുപത്രിയിലായിട്ട്. യുവതിയുടെ കുടുംബാംഗങ്ങൾ നാടും വീടുമെല്ലാം ത്യജിച്ച് ആശുപത്രിയിൽ രാപ്പകലില്ലാതെ യുവതിയുടെ കൂടെ കഴിയുകയാണ്. യുവതിയുടെ അമ്മ എപ്പോഴും പറയുന്നു നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധക്കാരോടും, നിങ്ങൾ ഒരിക്കലും പൂച്ചകളെ വളർത്തരുത്. വളർത്തിയാൽ തന്നെ വീടിന് പുറത്തിട്ട് വളർത്തുക. ഒരിക്കലും ഇതിനെ കുട്ടികളോടോ അല്ലെങ്കിൽ മനുഷ്യരോട് അടുത്തിടപഴകാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. അത് തെറ്റാണ്. ഒരു ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും ഇതിന് വിലയായിട്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഇതൊരു സാങ്കല്പിക കെട്ടുകഥ മാത്രമായിരിക്കാം എന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഇതൊരിക്കലും സാങ്കല്പികമായ കെട്ടുകഥകളല്ല. ഇത് ശരിക്കും നടന്ന സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന് വിലയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പൂച്ചകളെ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അകറ്റി മാറ്റുക.